ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് പൊളിനോമിയലിലെ ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. കാരണം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതുപോലെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പം അതുകൊണ്ട് ഈ 2 പ്രോബ്ലം കൂടെ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാവേ. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5x³ പ്ലസ് 4x² മൈനസ് 11x പ്ലസ് കെ. ഇതാണ് തന്നിരിക്കുന്നത്. പൊളിനോമിയൽ തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുകയാണ് x-1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? P(1) കണ്ടുപിടിച്ചിട്ട് അത് ഇസ് ഈക്വൽ ടു എന്നാന്ന് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. നമുക്കറിയാം 0 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഫാക്ടർ ആണ്, നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ എല്ലാ സ്ഥാനത്ത് ഞാൻ എന്നാ കൊടുക്കാൻ പോവാണ്? 1 കൊടുക്കാൻ പോവാ. എക്സിന്റെ സ്ഥാനത്ത് 4 × 1² മൈനസ് 11 × 1 പ്ലസ് കെ ഇസ് ഈക്വൽ ടു എന്നാണ്? 0. ഇവിടെ നോക്കിയേ, 1³ 1 ആണ്. 5 × 1 5. ഇവിടെ അതുപോലെ തന്നെ 1² 1 ആണ്. 4 × 1 4. 11 × 1 11 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. എപ്പോഴും ചെയ്യുന്നതുപോലെ പ്ലസ് എല്ലാം ഒരുമിച്ച് ചെയ്യാം. ആദ്യം 5ഉം 4ഉം പ്ലസ് അല്ലേ, അപ്പൊ എത്ര വരും? 9 മൈനസ് 11 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0 ആണ്. കണ്ടോ, ഒരു പ്ലസും ഒരു മൈനസും വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒറ്റ സ്റ്റെപ്പിന് അങ്ങ് ചെയ്തു പോകാം കേട്ടോ. പക്ഷെ എങ്ങാനും പ്ലസും മൈനസും നിങ്ങൾക്ക് തിരിഞ്ഞു പോയാലോ, എങ്ങനെ തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എപ്പോഴും പ്ലസ് എല്ലാം ഒരുമിച്ച് ചെയ്യുക, മൈനസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക, പിന്നെ അത് രണ്ടും കൂടെ ചെയ്യുക, അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഇതെന്താ? പ്ലസും മൈനസും. അപ്പൊ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ 2 അല്ലേ. 11 × 9 പോകെ 2 അല്ലേ. വലുതാരാണ്? 11 ആണ്. അപ്പൊ അതിന്റെ സൈൻ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. കെ ഒറ്റയ്ക്കാക്കാം. -2നെ ഇപ്പുറത്ത് കൊണ്ടുവരുക. അപ്പൊ കെ ഇസ് ഈക്വൽ ടു, ഇവിടെ 0 കിടപ്പുണ്ട്, -2 ഇപ്പുറത്ത് വരും, +2 ആകും. ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു 2. കിട്ടിയില്ലേ? സിമ്പിൾ, ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് അടുത്തത്. പക്ഷേ ഇവിടെ റിമൈൻഡർ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പി ഓഫ് എക്സ് ഒന്ന് എഴുതുവാണേ. ഇസ് ഈക്വൽ ടു x³ മൈനസ് 2x² പ്ലസ് kx പ്ലസ് 7. ഇതാണ് നമ്മുടെ പൊളിനോമിയൽ. എത്രയാണ്? x-4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? P(4) ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയായിരിക്കും? എക്സിന്റെ സ്ഥാനത്തെല്ലാം 4 ഇട്ട് കൊടുത്തേ. 2 × 4² പ്ലസ് k × 4 പ്ലസ് 7. റിമൈൻഡർ തന്നിട്ടുണ്ട്. എത്രയാണ്? 11. ഇനി 4ന്റെ ക്യൂബ് എത്രയാണ്? 64. 4നെ 4 പ്രാവശ്യം ഇൻഡു ചെയ്തത്. മൈനസ് ഇവിടെയോ 4നെ സ്ക്വയർ ചെയ്ത് 16. 16 × 2 32 പ്ലസ് 4 × k 4k പ്ലസ് 7 ഇസ് ഈക്വൽ ടു 11. ഓക്കെ, ഇനി പ്ലസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. ആരൊക്കെ പ്ലസ് ഉണ്ട്? 64ഉം 7ഉം പ്ലസ് ആണ് അല്ലേ. അപ്പൊ എത്ര വരും? 71. 64 പ്ലസ് 7 71. പിന്നെ എന്നാ ഉണ്ട്? -32 പ്ലസ് 4k ഇസ് ഈക്വൽ ടു 11. ഇത് കണ്ടോ, ഒരു പ്ലസും ഒരു മൈനസും. അപ്പൊ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ എത്ര വരും? 71 32 പോകെ 39 അല്ലേ. ആരുടെ സൈൻ? വലുതിന്റെ സൈൻ. അപ്പൊ പ്ലസ് 39 പ്ലസ് 4k ഇസ് ഈക്വൽ ടു 11. ഇനി 4k ഒറ്റയ്ക്കാക്കാൻ പോവാ. അപ്പൊ എന്ത് ചെയ്യണം? 39നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. Therefore 4k is equal to 11 plus 39 ആണ്. ഇപ്പുറത്ത് വരുമ്പം -39. സബ്ട്രാക്ട് ചെയ്തേ. എത്ര വരും? 8 28. 4k is equal to 28. ഇനി മറി തീർന്നില്ല. സൈൻ ആരുടെയാ? വലുതിന്റെ സൈൻ. 39 വരുമ്പോ -28. ദാറ്റ് ഈസ് 4k is equal to -28. ഇനി k ഒറ്റയ്ക്കാക്കണ്ടേ? കെ ഒറ്റയ്ക്കാക്കുമ്പോ 4നെ ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇവിടെ 4k ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അപ്പുറത്ത് പോകുമ്പോ എന്നാകും? ഡിവിഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു -28/4. 4ന്റെ ടേബിൾ ഉണ്ടല്ലോ. 7 × 4 അല്ലേ 28. അപ്പൊ ആൻസർ എത്രയാണ്? -7. Therefore value of k is equal to -7. മനസ്സിലായോ? ഇത് ഇച്ചിരി അല്ലേ. ഇവിടെ റിമൈൻഡർ 11 വന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് 0 ഒക്കെ ഇട്ടാ ചെയ്യുന്നത്. വന്നുകൊണ്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. അവിടെ ഒന്നുമില്ല. നിങ്ങൾ ഈ പ്ലസും മൈനസും മാത്രം, അത് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ഇസിക്കലിന് അപ്പുറത്ത് പോകുമ്പോൾ വരുമ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മക്കളെ. നിങ്ങൾ ചെയ്യും, എനിക്കറിയാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട്
നന്നായിട്ട് എഴുതുക, എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.